അസ്സലാമലൈക്കും. അപ്പം മക്കളെ, നമ്മളെ തട്ടിക്കൂട്ടടുപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ്. ഇതിമ്മത് ചായ അല്ല കേട്ടോ, ഇത് നമ്മളെ കസായം. നമുക്ക് ഷുഗറിനുള്ള ചിരട്ടുണ്ട്, കാട്ടുചീരകുണ്ട്, അങ്ങനെ ഉലുവൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം കൂടെ ഇട്ടത് കസായം. അപ്പോൾ അതായി നമുക്ക് വെച്ചിക്കണം. അപ്പോൾ ദോശക്ക് മാവ് ഇവിടെ സെറ്റാക്കിയേക്കാണ്. ഇത് ചെറുപയറും അരിയും നമ്മൾ നാലിക്കൂട്ടൊക്കെ കൂടി അരച്ചതാണ്. കായൊക്കെ ഉണ്ട്. ഹെൽത്തി ദോശയാണ്. രാവിലെ അരച്ചതാണ്. അപ്പോൾ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. പിന്നെ നമ്മളതാ ഈ ആടെപ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതാ ദോശ സെറ്റ്. അപ്പം നമുക്ക് അടുത്ത ദോശ വെച്ച് ദോശ വെച്ചാൽ മുപ്പഴക്ക് ഷുഗറായിട്ട് പറ്റിയ ദോശ. തയ്യാറായിട്ടോ. അപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി ദോശയാണ്. അപ്പോൾ എനിക്കും മോനും ചുട്ടുവെച്ചിട്ടുണ്ട്. കുട്ടിമോനും മുത്തൊക്കെ ഞാൻ ചേരുമ്പോൾ ചുട്ടു. കുട്ടിമോനെ ജിമ്മിന് പോയതാണ്, അത് വെച്ചിട്ട്. അപ്പം നമുക്ക് ചട്നിയൊക്കെ ഒഴിച്ച് നമ്മളെ ദോശ ഇങ്ങനെ മുറിച്ച് തിന്ന. ഏതാണ്ട് ഇരുങ്ങളൊക്കെ ഉണ്ടായിക്കോ. ചോറ് വെന്തിക്കണം കേട്ടോ. നമുക്കിതിങ്ങനെ ഊറ്റിയിടാം. ഒരു കുമ്പളങ്ങ കഷ്ണമുണ്ട്. ഇത് നമുക്ക് ആക്കാം. അടുപ്പത്താനായിട്ട് വെക്കട്ടെ കറിക്ക്. നമുക്ക് അയൽവാസി താത്ത തന്നതാട്ടോ. അപ്പം ഇനി ഇത് കുഞ്ഞൊക്കെ അരിഞ്ഞെടുക്കാം ചാറക്കാൻ. അപ്പോൾ അത് നല്ലോണം കഴിഞ്ഞു. അപ്പോൾ ഇതാ കറി തീമേൽ വെച്ചിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മത്തി വെന്ത്. അപ്പോൾ അതിലേക്ക് തേങ്ങ ഒഴിച്ച. അപ്പോൾ കറി സെറ്റായിട്ട്. അപ്പോൾ മത്തനും പയറും വെക്കാൻ പരുതി വെച്ചു. അങ്ങനെ മത്തനും ഒഴിക്കിട്ട് കൊണ്ടിട്ട്. പിന്നെ അതൊരു ഐസ്ക്രീം കേളോടെ പിന്നെ ഐസ്ക്രീം ഒന്ന് പിന്നെ ഐസ്ക്രീം ഒന്ന് സെറ്റായിട്ടാണ്. അപ്പോൾ ഇതിക്ക് തേങ്ങ ഒന്നും അരച്ച് പാരുന്നില്ല, കാരണം തേങ്ങ അരച്ച മോര് കറി ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് വറവിടും കേട്ടോ. നല്ലോ അടഞ്ഞിക്കണ് ചീരാപ്പറങ്കോളി. ഞാൻ ആദ്യം തേങ്ങ അരച്ച് പാരായി അരച്ച്, പിന്നെ വെച്ച മച്ചി, പിന്നെ ചീരാപ്പറങ്കോളി ഇപ്പോഴാട്ടിട്ട്. അതുകൊണ്ട് അതൊന്ന് വേവാണ്ട് വെന്തിക്കണ്. അപ്പം ഇത് വാങ്ങി വെക്കട്ടെ. അപ്പോൾ മത്തൻ അരച്ച് വെച്ച് കഴിയുമ്പോൾ കൂന്ത വാട്ടമീൻ ഒഴിച്ചു.
പൂച്ചനെ തിരഞ്ഞെടുക്കുക കേട്ടോ. പൂച്ചൻ്റെ വിത്താനെ പോകും. പൂച്ച ഇതവിടെ എത്തി. അവൾ കണ്ടിട്ടില്ല. മമ്മാൻ്റെ ചെടി പൊന്നേ. മമ്മ ചെടിയാ. മമ്മ ചെടി അടുപ്പത്തുണ്ടാക്കി കുഴങ്ങി മക്കളെ. അടുപ്പത്ത് ഭയങ്കര റിസ്ക്കാട്ടോ. നമ്മൾ ഗ്യാസമ്മലാണെങ്കിൽ എപ്പോഴോ കഴിഞ്ഞു. അടുപ്പത്തായതുകൊണ്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നേരം തുറന്ന് കൊടുക്കാനായി. അപ്പം ഇനി ഉണ്ടാക്കണില്ല. ഇനി എപ്പോൾ അതിന് പുതിയ ഉണ്ടാക്കാം. അപ്പം ഇന്നത്തോട് കലാസായി. അപ്പം നമ്മൾ ഇനി ഇതൊക്കെ തൂമ്പിച്ച് കേട്ടോ. അപ്പോൾ ചട്ടി ചിക്കണ് ഗ്യാസമ്മൽ ഇനി വെളിച്ചെണ്ണ വരും. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ കർമ്മത്തിച്ചാറ് തൂമ്പിച്ച്. അപ്പോൾ കരിയേപ്പിൻ്റെയും കടക് ഉരുവിയും വറ്റൽമുളക് ഇട്ടിട്ടോ. ഇനി കറി കണ്ടുവച്ച്. അപ്പോൾ കറി സെറ്റായിട്ടോ. അതിന് നമുക്ക് നമ്മളെ മത്തനെ തൂമ്പിച്ച. അപ്പോൾ നമ്മളെ മത്തനും തൂമ്പിച്ചിട്ടോ. അപ്പോൾ പപ്പടം വെച്ചിട്ടോ.